ബാറ്റ്മാൻ വെസസ് ഡെഡ്പൂൾ. കഴിഞ്ഞ വർഷം മാർവലും ഡിസിയും ഒന്നിച്ചു ചേർന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു 2 പാർട്ട് സീരീസ് തന്നെയായിരുന്നു മാർവൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡെഡ്പൂൾ ഓർ ബാറ്റ്മാനും ഡിസിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്ന ബാറ്റ്മാൻ ഓർ ഡെഡ്പൂളും. ചുരുക്കത്തിൽ മാർവലും ഡിസിയും അവരവരുടെ സൂപ്പർ ഹീറോസിനെ ആദ്യം വെച്ചുകൊണ്ട് റിലീസ് ചെയ്ത കോമിക് സീരീസ്. ഇതിൽ ഡിസിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്ന ബാറ്റ്മാൻ ആൻഡ് ഡെഡ്പൂൾ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഡയറക്റ്റ് കണ്ടിന്യൂഷൻ അല്ല എങ്കിൽ തന്നെയും ഇതിന്റെ ആദ്യ പാർട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർവലാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സൂപ്പർ ഫാറ്റ്സും കോമിക് മന്ത്രയും ഒരുപോലെ തന്നെ ചെയ്തിട്ടുമുള്ളതാണ്. അപ്പോൾ മറക്കാതെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. കോസ്മിക് വേൾഡിലുള്ള ഒരു ബിഗ് ബാങ് ബാറിൽ രണ്ട് യൂണിവേഴ്സുകൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. മാർവൽ യൂണിവേഴ്സ് ആയിട്ടുള്ള എറ്റേണിറ്റി, DC യൂണിവേഴ്സിന്റെ എംബോഡിമെന്റ് ആയിട്ടുള്ള കിസ്മിറ്റും. കോസ്മിക് ഡാൻസ് ഫ്ലോറിൽ നിന്നും അവർ റൊമാൻസിലേക്ക് കടക്കുകയാണ്. റൊമാൻസിലേക്ക് കടക്കുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് യൂണിവേഴ്സുകൾ തമ്മിൽ മെർജ് ആവുകയാണ്. ഈ മെർജ് ആവുന്ന മെയിൻ പോയിന്റ് എന്നത് ഗോതം സിറ്റി. ഗോതം സിറ്റിയിലുള്ള ജനങ്ങൾ എല്ലാവരും തന്നെ ന്യൂ ഇയർ വളരെയധികം എൻജോയ് ചെയ്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയം ഒരാൾ മാത്രം സങ്കടത്തോടു കൂടി ഒരു സിംഗിൾ ലാമ്പ് വെളിച്ചത്തിൽ മരണപ്പെട്ടു പോയ തന്റെ ഫാമിലിയുടെ ഫോട്ടോസ് നോക്കിക്കൊണ്ട് തന്റെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. വിക്ടർ ഗ്ലോബർ എന്നൊരു എക്സ് ക്രിമിനൽ ആണിത്. പുള്ളിക്കാരന്റെ വീടിന്റെ ജനൽ തുറന്നുകൊണ്ട് ബാറ്റ്മാൻ ഉള്ളിലേക്ക് കടന്നു വരികയും ആ ഒരു വ്യക്തിയെ സമാധാനിപ്പിക്കുകയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാറ്റ്മാൻ. എന്നാൽ പുള്ളിയാണെങ്കിലോ എല്ലാ തെറ്റുകളും ഞാൻ കാരണമാണ് ഉണ്ടായത്, ഞാൻ ചെയ്തതിനുള്ള ശിക്ഷയാണ് എനിക്ക് ലഭിച്ചത് എന്ന് വളരെയധികം സങ്കടത്തോടു കൂടി ബ്ലാക്ക് ഔട്ട് ആയി മറിഞ്ഞു വീഴുന്നു. ഇതെല്ലാം കാണുന്ന ബാറ്റ്മാൻ വളരെയധികം വിഷമത്തോടു കൂടി പുള്ളിയുടെ തോളിൽ കൈവച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇത് മാറ്റിത്തരാൻ ശ്രമിക്കാമെന്ന് പറയുന്നതോടുകൂടി ഈ ഒരു സീൻ ഇവിടെ കട്ടാകുകയും പിന്നീട് കാണിക്കുന്നത് ഡിസിയിലുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ഈ ഒരു കാട്ടിനുള്ളിൽ റിയാലിറ്റിയെ ട്വിസ്റ്റ് ചെയ്യുന്ന ഏതോ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആർട്ടിഫാക്ട് ഉണ്ടെന്നും അത് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബാറ്റ്മാൻ വന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. അവിടെയായി ഒരുപാട് മരണപ്പെട്ട് കിടക്കുന്ന ഡെഡ് ബോഡീസിനെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ ചുമരിൽ പറ്റിയിരിക്കുന്ന ഒരു ബാറ്റ് റാങ്ക് കണ്ട് വളരെയധികം അത്ഭുതത്തോടു കൂടി ഇത് എന്റേതുപോലെയുള്ള ഒരു ബാറ്റ് റാങ്ക് അല്ലല്ലോ എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആവുന്ന ടൈമിൽ തന്നെ ഈ ഒരു സീൻ ഇവിടെ കട്ടാവുകയും ദേഹം മുഴുവനായി ആരോസ് കൊണ്ട് പൂർണ്ണമായും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബാറ്റ്മാനെ പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കുന്ന ഡെഡ്പൂളിനെയാണ് പിന്നീട് കാണിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇങ്ങനോട് പോകണ്ട എന്ന്, ഞാൻ പറഞ്ഞാൽ കേൾക്കുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡെഡ്പൂൾ ബാറ്റ്മാനെ എടുത്തുകൊണ്ട് നടന്നു പോകുന്നു. പിന്നെയും ഈ ഒരു സീക്വൻസ് കട്ടായി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഡെഡ്പൂൾ ഒരു വെള്ളത്തിലൂടെ സ്ലൈഡ് ചെയ്തു അത് തനിക്ക് ചുറ്റുമുള്ള ടോയ് നിഞ്ചാസിനെ എല്ലാം വെട്ടി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ബാറ്റ്മാനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന സംഭവമില്ലേ, അത് ജസ്റ്റ് ഒരു ഷോക്കിംഗ് ഫാക്ടർ ആണ്. അതിന്റെ കഥ പിന്നാലെ വരുന്നുണ്ട്. മാത്രമല്ല ഇതൊരു ഫ്ലാഷ് ബാക്ക് ആണെന്ന് മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഫൈറ്റിലേക്ക് ഇൻവോൾവ് ആവുന്നു. അതുപോലെ ഈ വെട്ടി എറിഞ്ഞു കിടന്നിരുന്ന ടോയ് നിഞ്ചാസിന്റെ അരികിൽ നിന്നുമായി ഒരുപാട് താറാവ് ടോയ്സ് ക്വാക്ക് ക്വാക്ക് എന്ന് പറഞ്ഞ് ഓടി വരികയാണ്. എന്തോന്ന് ക്വാക്ക് എന്ന് ഡെഡ്പൂൾ ചോദിക്കുമ്പോൾ തന്നെ അവിടെ പെട്ടെന്ന് വളരെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാവുകയും ആ ഒരു റിയാലിറ്റിയിൽ നിന്നും മറ്റൊരു റിയാലിറ്റിയിലേക്ക് വന്നു വീഴുന്ന സ്ഥലമാണെങ്കിലോ ബാറ്റ്മാന്റെ നേരെ കാലിന്റെ അടിയിലേക്കും. ഇതെന്താ ബഡ്ജറ്റ് കൂടിയ നരകമോ, അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ഡെഡ്പൂൾ ബാറ്റ്മാനോടായി ചോദിക്കുന്നു. അപ്പോൾ ബാറ്റ്മാൻ ആ ഒരു ബ്ലാസ്റ്റിൽ അറ്റുപോയിട്ടുണ്ടായിരുന്ന ഡെഡ്പൂളിന്റെ കാലുകൾ എടുത്ത് ഇതാ നിന്റെ സാധനം നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് പുള്ളിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് കിട്ടിയത് നന്നായി, ഇതില്ലേലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എട്ടത് ഹിലായനെ. എനിവേ താങ്ക്സ് എന്ന് പറഞ്ഞ് ആ കാല് ഫിറ്റ് ചെയ്ത് അവിടെ നിന്നും ഡെഡ്പൂൾ എണീക്കുകയാണ്. എണീറ്റ് വരുന്ന ഡെഡ്പൂളിനോട് നീ ഡെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ആരെങ്കിലും കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇത് കേൾക്കുന്ന ഡെഡ്പൂൾ തന്നെ കളിയാക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഡെഡ് സ്റ്റോക്കോ അതാരാ, കാമസൂത്രയിലുള്ള ടെക്നിക്കാണോ? ഇത് കേൾക്കുന്ന ബാറ്റ്മാൻ അപ്പോൾ നീ സ്ലേഡ് വിൽസൺ അല്ല അല്ലേ, നല്ല കാര്യം. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഡെഡ്പൂൾ ഇത് റിയൽ ബാറ്റ്മാൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെ വാൾ എടുത്തുകൊണ്ട് ബാറ്റ്മാനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സെയിം ടൈമിൽ തന്നെ ബാറ്റ്മാൻ അത് കൈകൾ കൊണ്ട് തടഞ്ഞ് ഡെഡ്പൂളിനെ കറക്കിയെടുത്ത് ടേബിളിലെടുത്ത് അടിക്കുന്നു. തുടർന്ന് അവർ ഇരുവരും ചേർന്നുകൊണ്ട് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഹോട്ടൽ ലോബിയിലേക്ക് കടന്നു പോവുകയാണ്. അതിനിടെ തന്നെ ഡെഡ്പൂൾ ബാറ്റ്മാനോട് നിന്നെ കാണാനായിട്ട് ആരോ ഒരു വിയേർഡ് ആയിട്ടുള്ള കോസ്പ്ലേ ചെയ്യുന്ന പോലെ തോന്നി, അതുകൊണ്ടാണ് നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. ഇത് കേൾക്കുന്ന ബാറ്റ്മാൻ എന്റെ യൂണിവേഴ്സിൽ ഒരാളുണ്ട്, സ്ലേഡ് വിൽസൺ എന്നാണ് പേര്, പുള്ളിക്ക് മറ്റൊരു പേരുണ്ട് ഡെഡ് സ്ട്രോക്ക്, പുള്ളിയുടെ കോപ്പിയാണോ നീ? ഇത് കേൾക്കുന്ന ഡെഡ്പൂൾ ഞാൻ ആരുടെയും കോപ്പി ഒന്നുമല്ല, എന്റെ പേര് വേഡ് വിൽസൺ എന്നാണ്, ഡെഡ്പൂൾ ഞാനാണ് ഡെഡ്പൂൾ. നിന്നെ കാണാനാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലുള്ള മൂൺ നൈറ്റിനെ നൈറ്റ് ഹോക്കിനെ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാറ്റ്മാൻ തന്റെ ഐക്കോണിക് ഡയലോഗ് പറയുന്നു. തുടർന്ന് അവർ ഇരുവരും അവിടെ നിന്നും ഒരു ബോട്ട് എടുത്തുകൊണ്ട് ജോക്കറിന്റെ വായിക്കകത്തോട്ട് കയറി പോകുന്നു. ലിറ്ററലി ജോക്കറിന്റെ ഫേസ് പോലുള്ള ഒരു ടണലിലൂടെയാണ് അവർ കയറി പോകുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ ഗോതം സിറ്റിയുടെ മറ്റൊരു സൈഡിലേക്ക് എത്തുന്ന അവരെ ടോയ് നിഞ്ചാസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അവരെ ഈസിലി കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഡെഡ്പൂളിനെ നോക്കി ബാറ്റ്മാൻ ഒന്ന് ദേഷ്യപ്പെടുന്നെങ്കിൽ തന്നെയും എടാവേ ഇതിനൊന്നും ഇമോഷൻസ് ഒന്നുമില്ല, നോക്കിൽ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഇത് വെറും ഈവിൾ കാർട്ടൂൺസ് ആണ്, വെട്ടി എരിഞ്ഞോ എന്ന് പറയുമ്പോൾ തന്നെ ഇവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ നിഞ്ച കാർട്ടൂൺസുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിൽ തന്നെ ബാറ്റ്മാൻ ചോദിക്കുന്നു എടാ നിനക്ക് ബാറ്റ്മാൻ ആരാണെന്ന് ശരിക്കും അറിയാമോ എന്ന്. അതിന് മറുപടിയായി ഡെഡ്പൂൾ പിന്നെ ബാറ്റ്മാന്റെ കയ്യിൽ അടമാന്റിയത്തെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അതാണ് പ്ലോട്ട് ആർമർ. ഇത് കേൾക്കുന്ന ബാറ്റ്മാൻ എന്നാൽ ആ തിയറി സത്യമാണോ എന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടോയ് നിഞ്ചാസ് അയക്കുന്ന ആരോസിനെ ഫ്രണ്ടിൽ നിന്ന് സ്വയം ഏറ്റുവാങ്ങുന്നു. ഇതെല്ലാം കണ്ട് വളരെയധികം ഷോക്ക് ആകുന്ന ഡെഡ്പൂളിനോട് എടാ പൊട്ട ഇത് റിയൽ അല്ല, നമ്മളെ ആരോ മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു തീരുകയും അടുത്ത ഷോട്ടിൽ റിയൽ വേൾഡിൽ ഒരേ സമയം മെന്റലി ബാറ്റ്മാനെയും ഡെഡ്പൂളിനെയും കൺട്രോൾ ചെയ്തു
ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ എക്സിന്റെ ട്വിൻ സിസ്റ്റർ ആയിട്ടുള്ള കസാൻഡ്ര നോവയെ കാണിക്കുന്നു. കസാൻഡ്ര നോവ ആണെങ്കിലോ വേൾഡിലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ബാറ്റ്മാനെ യൂസ് ചെയ്ത് ഒരു പവർഫുൾ റിയാലിറ്റി ഓൾട്ടറിംഗ് മിഷൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഈ ഒരു മൈൻഡ് വേൾഡിൽ മരിക്കാൻ കിടന്ന ബാറ്റ്മാനെ പൊക്കി പിടിച്ചുകൊണ്ട് റാസാഗുളിന്റെ ലാസ്റ്റ് ഹോസ്പിറ്റൽ കൊണ്ടിടുന്നു. എടാവ ഈ മരണത്തിൽ നിന്ന് ജീവിച്ചു വരികയാണെങ്കിൽ നിന്നെ രക്ഷിച്ചത് ഞാനാണെന്ന് മറക്കല്ലേ എന്ന് പറഞ്ഞു തീരുകയും അതിൽ നിന്ന് പൊങ്ങി വരുന്നത് ബാറ്റ്മാൻ അല്ല, മറിച്ച് അമാൽഗം യൂണിവേഴ്സിൽ നിന്നുമുള്ള ഡാർക്ക് ക്ലോ. അതായത് അമാൽഗം യൂണിവേഴ്സിൽ നിന്നുമുള്ള വൂൾവറിൻ ഡെഡ്പൂൾ കോംബോയാണ് ഈ ഒരു ഡാർക്ക് ക്ലോ എന്ന ക്യാരക്ടർ. മാത്രമല്ല തുടർന്ന് ഇവർ രണ്ടുപേരും തമ്മിൽ വളരെ വലിയ ഫൈറ്റ് തന്നെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇതാ ബാറ്റ്മാൻ അതായത് ഡാർക്ക് ക്ലോവിന് ഹീലിംഗ് ഫാക്ടറും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു മയവും ഇല്ലാതെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തന്നെ ബാറ്റ്മാൻ അതായത് ഡാർക്ക് ക്ലോ പറയുന്നു, എനിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഇപ്പോൾ മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരായാലും അവരെ തോൽപ്പിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, പ്രിപ്പറേഷൻ ടൈം. ഇത് കേൾക്കും ഡെഡ്പൂൾ ബെസ്റ്റ്. തുടർന്ന് ബാറ്റ്മാൻ പിന്നെയും ഞാൻ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ കാര്യം എന്റെ പാർട്ണർ നോക്കിക്കോളും എന്ന് പറഞ്ഞു തീരുകയും റിയൽ വേൾഡിൽ ബാറ്റ്മാന്റെ മകനും റോബിനുമായിട്ടുള്ള ഡാമിയൻ വെയിൻ എവിടെ നിന്നോ പറന്നു വന്ന് നേരെ കസാൻഡ്ര നോവയുടെ തലയിലോട്ട് കയറി എടുത്തിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. കസാൻഡ്രയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ ബാറ്റ്മാനോടൊപ്പം മൈൻഡ് കൺട്രോളിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ഡെഡ്പൂൾ കിടിലൻ ചെറുക്കൻ, ചെറുപ്പത്തിൽ എന്നെ കണ്ട പോലെ തന്നെ ഇരിക്കുന്നു, ഒരു മിനി മീ തന്നെ എന്ന് പറയുമ്പോൾ ഡാമിയൻ വെയിൻ നിന്നെ പോലെയോ ഐ ആം ഡാമിയൻ സൺ ഓഫ് ബാറ്റ്മാൻ എന്ന് വളരെയധികം അഭിമാനത്തോടെ പറയുന്ന ടൈമിൽ തന്നെ ഈ ഒരു സീൻ ഇവിടെ കട്ടാകുകയും പിന്നീട് ബാറ്റ്മാനും ഡെഡ്പൂളും ചേർന്ന് കാടിനുള്ളിലെ ആ ഒരു കോട്ടയ്ക്കുള്ളിലേക്ക് വീണ്ടും പോകുന്നു. അവിടെയുള്ള ഒരു സ്റ്റെപ്പിന് മുന്നിലായിട്ട് മറ്റൊരു ബാറ്റ്മാൻ മരണപ്പെട്ട് കിടക്കുന്നതായിട്ടും കാണിക്കുന്നുമുണ്ട്. അതിന്റെ ബാക്കിലായി മൊട്ടയടിച്ചിട്ടുള്ള ഒരു പുള്ളിക്കാരൻ തന്റെ കീബോർഡിൽ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ കയ്യിലുള്ളത് റിയാലിറ്റി ഓൾട്ടർ ചെയ്യുന്ന ആ ഒരു വെപ്പണും. അത് മറ്റാരും ആയിരുന്നില്ല, ഇതേ കോമിക് ബുക്കിന്റെ റൈറ്റർ ആയിട്ടുള്ള ഗ്രാൻഡ് മോറിസൺ. പുള്ളിക്കാരൻ ഡെഡ്പൂൾ ബാറ്റ്മാൻസിനോടായി പറയുന്നു, ഇവിടെ മരണപ്പെട്ട് കിടക്കുന്നത് എർത്ത് 7642 ബാറ്റ്മാൻ ആണ്. ഈ ഒരു കീബോർഡ് നിങ്ങളുടെ യൂണിവേഴ്സുമായി കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്, എന്നാൽ അത് കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്. ഇപ്പോഴാണ് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാകുന്നത്, ഗ്രാൻഡ് മോറിസന്റെ കയ്യിലുള്ള ഈ ഒരു റിയാലിറ്റി ആൾട്ടറിംഗ് മിഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കസാൻഡ്ര നോവ അവിടേക്ക് വരുന്നത് എന്നുള്ള കാര്യം. ചുരുക്കത്തിൽ ഈ ഒരു കോമിക്സിന്റെ റൈറ്ററിനെ തന്നെ ഇതിലെ ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഒക്കെ അറ്റ് പീക്ക്. പെട്ടെന്ന് തന്നെ അവിടേക്ക് കടന്നു വരുന്ന കസാൻഡ്ര നോവ പുള്ളിയുടെ മൈൻഡിലേക്ക് കഴി കടത്തി ഇനി ഞാൻ പറയുന്ന പോലെ സ്റ്റോറി എഴുതടാ എന്ന് പറഞ്ഞുകൊണ്ട് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈസിലി അത് ചിരിച്ചുകൊണ്ട് നിന്നെയൊക്കെ ക്രിയേറ്റ് ചെയ്ത എനിക്ക് നിന്നെയൊക്കെ തടയാൻ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കീബോർഡിൽ അവസാനമായിട്ട് അടിച്ചു വെച്ച കാര്യം ആക്ടിവേറ്റ് ചെയ്യുന്നു. സെയിം ടൈമിൽ തന്നെ കിസ്മിത്തും എറ്റേണിറ്റി തമ്മിലുള്ള മറ്റേ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. എന്തായാലും ഗ്രാൻഡ് മോറിസ് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡെഡ്പൂളും ബാറ്റ്മാനും ഒന്നായി മെർജ് ആയിക്കൊണ്ട് ഒരൊറ്റ ക്യാരക്ടറായി പറന്നു വന്ന് നേരെ ഒരു ഒറ്റ വിട്ട് കസാൻഡ്ര നോവയുടെ തല വേറെ ഉടൽ വേറെയായി മാറി. തുടർന്ന് നോവയുടെ തല ഒരു ജാറിലിട്ട് തന്റെ യൂണിവേഴ്സിലേക്ക് പോകാൻ നിൽക്കുന്ന ഡെഡ്പൂൾ ബാറ്റ്മാനോടായി മരിച്ച എർത്ത് 7642 ബാറ്റ്മാനോട് എന്റെ കണ്ടോളൻസസ് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് തിരികെ മാർവൽ യൂണിവേഴ്സിലേക്ക് പോകുന്നു. ഈ സെയിം ടൈമിൽ തന്നെ തിരിച്ചു പോകാൻ നിൽക്കുന്ന റൈറ്ററിനോടായി ചോദിക്കുന്നു, ഇതുകൊണ്ട് എന്ത് വേണം മാറ്റുവാൻ സാധിക്കുമോ എന്ന്. അതിന് റൈറ്റർ പറയുന്നു, ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്ത് വേണം മാറ്റുവാനും മാറ്റാതിരിക്കാനും എനിക്ക് സാധിക്കുമെന്ന് മറുപടി പറയുന്നു. എന്നാൽ താങ്കൾ ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് ബാറ്റ്മാൻ പറയുന്നതോടുകൂടി ഈ ഒരു സീക്വൻസ് ഇവിടെ കട്ടാകുകയും സ്റ്റോറിയുടെ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്ന വിറ്റർ ഗോവർ എന്ന ക്യാരക്ടറിനെ കാണിക്കുന്നു. കോളിംഗ് ബെല്ല് കേട്ട് കഥ തുറക്കുമ്പോൾ തന്റെ മരണപ്പെട്ടുപോയ വൈഫിനെ കണ്ട് വളരെയധികം സർപ്രൈസ് ആവുകയും ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതെല്ലാം ചെയ്ത് മുകളിൽ നിന്ന് ഹാപ്പി ഹോളിഡേസ് പറയുന്ന ബാറ്റ്മാനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കോമിക് സീരീസ് അവസാനിക്കുന്നത്. എന്നാൽ ടൈലന്റായി റൊമാൻസ് ചെയ്തുകൊണ്ടിരുന്ന ആ രണ്ട് റിയാലിറ്റികളും പരിപാടിയെല്ലാം കഴിഞ്ഞ് അവിടേക്ക് മാറിയിരിക്കുന്ന ടൈമിൽ തന്നെ എറ്റേണിറ്റി പറയുന്നു, എനിക്ക് റേറ്റ് ചെയ്യാൻ തരട്ടെ, നമ്മൾ തമ്മിലുള്ള കണക്ക് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു തീരുന്നതായി കാണിച്ചോടുകൂടി ഈ ഒരു എൻ്റെ കോമിക് സീരീസും പൂർണ്ണമായി അവസാനിക്കുന്ന രീതിയിലുമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ മേ ബി ഫ്യൂച്ചറിൽ വരുവാൻ സാധ്യതകളേറെ. അതുപോലെ തന്നെ ഇതിനോടൊപ്പം വരുന്ന ചെറിയ രണ്ട് കോമിക് സ്ട്രിപ്സ് ഒക്കെ ഉണ്ട്, അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ രണ്ട് പാനൽസ് ആണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോടൊപ്പം ഈ ഒരു കോമിക് സീരീസിനെ പറ്റിയുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.